പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കേണ്ടത് മടുപ്പില്ലാതെ അത്രേ. ആത്മാവിൽ എരിവുള്ളവരായി നാം ദൈവത്തെ സേവിക്കണം. പലപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ നാം വരുമ്പോൾ ശത്രുവായവൻ മടുപ്പ് കൊണ്ടുവരും. ശത്രുവായവൻ നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയും. നാം ചെയ്യുമ്പോൾ ആർക്കോ ഏതെങ്കിലും വ്യക്തിക്കോ എന്ന പോലെ ഉത്സാഹമില്ലാതെ, ഹല്ലേലൂയ, ഹൃദയത്തിൽ നിന്നല്ലാതെ പലപ്പോഴും ചെയ്യുവാൻ ശത്രു പ്രേരിപ്പിക്കും. എന്നാൽ ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ ഉത്സാഹികളായിരിക്കണം. മടുപ്പില്ലാതെ ദൈവമേൽപ്പിച്ച വേല ഏതും ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്തും കർത്താവിനെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ഉത്സാഹത്തോടെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ദൈവത്തെ സേവിക്കുന്നവർക്ക് നിശ്ചയമായി പ്രതിഫലമുണ്ട്. ഇന്ന് പകൽക്കാലം മടുപ്പില്ലാതെ പ്രാർത്ഥിപ്പാൻ, മടുപ്പില്ലാതെ പ്രവർത്തിക്കാൻ, മടുപ്പില്ലാതെ ദൈവത്തെ സേവിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവത്തെ സേവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം എല്ലാ കാലത്തും പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് ശത്രു ഒരു മടുപ്പ് കൊണ്ടുവരുന്നത്. ദൈവത്തെ എന്തുകൊണ്ടാണ് നാം ഹല്ലേലൂയ എരിവോടെ ഉത്സാഹത്തോടെ സേവിക്കേണ്ടത്? ദൈവത്തെ സേവിക്കുന്ന വ്യക്തിക്ക് ഒന്നാമത് ലോകത്തിൻ്റെ നടുവിൽ ദൈവം അവനെ മാനിക്കും. മലാക്കി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ ദിവസത്തിൽ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈവം വ്യക്തമായി കാണിക്കും. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവനാമത്തെ ഹല്ലേലൂയ സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം സമൂഹത്തിൽ മാനിക്കും. ദൈവത്തെ മാനിക്കുന്നവനെ ഞാൻ ഇങ്ങനെ മാനിക്കുമെന്ന് ലോകം തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവം അവനെ ഉയർത്തും. കർത്താവിന് വേണ്ടി നാം എരിവോടെ നിൽക്കുമോ, ഒരു ദൈവ പൈതലെന്ന് ലോകം തിരിച്ചറിയും. നിങ്ങൾക്കറിയാം, ജോസഫിനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ യജമാനന് ഒരു കാര്യം മനസ്സിലായി: ഇവൻ ദൈവത്തെ അറിയുന്ന ദൈവ പൈതല, ഇവൻ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതല. അവനെ കണ്ടപ്പോൾ തന്നെ, അവൻ്റെ പ്രവർത്തികൾ സാധ്യമാക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു: ഇവൻ്റെ കൂടെ ദൈവമുണ്ട്. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾ ദൈവത്തെ എരിവോടെ സേവിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം തിരിച്ചറിയും നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന്, നിങ്ങളുടെ കൂടെ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് ലോകം തിരിച്ചറിയും. അതുകൊണ്ടാണ് ദൈവത്തെ സേവിക്കേണ്ടതിൻ്റെ ആവശ്യം. ദൈവത്തെ സേവിക്കുന്നവനെ കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സേവിപ്പാൻ നാം തയ്യാറെങ്കിൽ നമുക്ക് വേണ്ടിയും ആ ദൈവീക ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. അവൻ അരയിൽ തോർത്തെടുത്ത ശിഷ്യന്മാരുടെ പാദം കഴുകി അവരെ ശുശ്രൂഷിച്ച ദൈവമത്രേ. ഇന്ന് ഈ രാവിലെ സമയത്തും തൻ്റെ ദൂതന്മാരെ അയച്ച് അവൻ തൻ്റെ ഭക്തന്മാരെ ശുശ്രൂഷ ചെയ്യുന്ന, മാനിക്കുന്ന ദൈവം അത്രേ. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ വ്യക്തമായി കാണിക്കും. ആ തീച്ചൂളയിൽ 3 ബാലകന്മാരെ കൊണ്ടിട്ടപ്പോൾ ദൈവത്തെ സേവിക്കുന്ന ബാലകന്മാരുടെ കൂടെ കർത്താവ് ഇറങ്ങി വന്നു. കണ്ടു നിൽക്കേ, രാജാവ് നോക്കി നിൽക്കേ, ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലായി: തീയുടെ മണം പോലും ഏൽക്കാതെ തീയുടെ നടുവിൽ 4 പേര് നടക്കുന്നു, 4 പേര് അതിന് നടുവിൽ നിൽക്കുന്നു. എന്താ അവരുടെ പ്രത്യേകത? അവർ ദൈവത്തെ സേവിക്കുന്നവരാ. ഹല്ലേലൂയ. മറ്റൊരു വശം നോക്കിയാൽ, ഹല്ലേലൂയ, അതിനെ കൊണ്ട് ഇടാൻ വേണ്ടി പോയ ആൾക്കാർ പോലും തീയുടെ ചൂടുകൊണ്ട് വെന്ത് ചാമ്പലായിപ്പോയി, അവർ ഇല്ലാതെയായിപ്പോയി. എന്നാൽ തീക്കകത്ത് വീണവർ തീയുടെ മണം അടിക്കാതെ, മണം ഏശാതെ അവർ പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ കണ്ടോണ്ടുന്ന രാജാവ് വിളിച്ചു പറഞ്ഞു: ഇവരുടെ ദൈവമാ യഥാർത്ഥ ദൈവം, ഇവരുടെ കർത്താവാ യഥാർത്ഥത്തിലുള്ള ദൈവം. എന്താ കാര്യം? ദൈവത്തെ സേവിക്കുന്നവനാ. ദൈവത്തെ സേവിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നീ കർത്താവിനെ സേവിക്കുന്നത് വെറുതെയല്ല, നീ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് വെറുതെയല്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അത് ലോകം തിരിച്ചറിയും, അത് കുടുംബക്കാർ തിരിച്ചറിയും. ഹല്ലേലൂയ. അത് രാജാക്കന്മാർ തിരിച്ചറിയും. ദൈവത്തെ സേവിച്ചവനെ മാനിച്ചതുപോലെ, ഹല്ലേലൂയ, മറ്റാരെയും ദൈവം മാനിച്ചിട്ടില്ല. ഒബേദെദോമിൻ്റെ ചരിത്രം, ഹല്ലേലൂയ, ദൈവത്തെ മാനിച്ച ഒരു കുടുംബത്തെ ദൈവം മാനിച്ച ചരിത്രമാണ്. ജോസഫിൻ്റെ ചരിത്രം ദൈവത്തെ മാനിച്ചവനെ മാനിച്ച ചരിത്രമാണ്. മൊർദെഖായിയുടെ ചരിത്രം ദൈവത്തെ മാനിച്ചവനെ മാനിച്ച ചരിത്രമാണ്. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് സേവിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ യഹോവയെ സേവിപ്പീൻ,
നിങ്ങൾ കർത്താവിനെ സേവിപ്പീൻ, അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ അവൻ മാറ്റിക്കളയും. ദൈവത്തെ സേവിക്കുന്നവൻ്റെ കുടുംബത്തിനകത്തുനിന്ന് രോഗങ്ങളെ ദൈവം മാറ്റിക്കളയും. അവിടെ ഒരു വർധനവ് ദൈവം തരും. അവൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭൗതിക നന്മകളാണോ നിങ്ങൾക്ക് വേണ്ടത്? ആദ്യം നിങ്ങൾ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കുന്നവൻ്റെ അപ്പവും വെള്ളത്തെയുമാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് ചെയ്താലും അതിനകത്തൊരു പ്രൊഡക്ടിവിറ്റി, ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടായിരിക്കും. ദൈവത്തിന് വേണ്ടി തൻ്റെ പടക് വിട്ടുകൊടുത്ത പത്രോസിനെ നോക്ക്. അതുവരെയും ഫ്രൂട്ട്ഫുൾ അല്ലാത്ത ഒരു പടകിനകത്ത്, ഫലം കായ്ക്കാത്ത ആ പടകിനകത്തേക്ക് വലിയ മീൻകൂട്ടം വരാൻ എന്താ കാരണം? അവൻ ദൈവത്തെ സേവിപ്പാൻ തയ്യാറായി. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, കർത്താവിനെ സേവിപ്പാൻ മടുപ്പില്ലാതെ എരിവോടെ ദൈവത്തെ സേവിപ്പാൻ തയ്യാറാണോ? നിശ്ചയമായി അവൻ നിൻ്റെ അപ്പത്തെയും നിൻ്റെ വെള്ളത്തെയും അനുഗ്രഹിക്കും. അതുമാത്രവുമല്ല, ദൈവത്തെ സേവിക്കുന്നവൻ്റെ രോഗത്തെ ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കാൻ നാം തയ്യാറെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ രോഗങ്ങൾ മാറിപ്പോകും. രോഗത്തെ ദൈവം സൗഖ്യമാക്കും. ഇന്ന് പകൽക്കാലവും നമുക്കും കർത്താവിനെ സേവിക്കാം. വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും ദൈവത്തെ സേവിക്കുന്നവനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ നമുക്ക് തയ്യാറാകാം. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗാഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.